ഏറെക്കാലത്തെ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ഒക്കെ ഒടുവിൽ അബ്ദുൾ റഹീം നാട്ടിലെത്തി. ഇന്ന് രാവിലെയാണ് അബ്ദുൾ റഹീം വീട്ടിലേക്ക് എത്തിയത്. മകനെ തിരിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ് റഹീമിന്റെ ഉമ്മ ഫാത്തിമ. ഒന്നിച്ചു നിന്ന എല്ലാവർക്കും ഉമ്മ നന്ദി അറിയിച്ചു. 20 വർഷമായി ഈ ഉമ്മ ആഗ്രഹിച്ച ആ നിമിഷമാണിപ്പോൾ സഫലമായിട്ടുള്ളത്. ഫാത്തിമ സ്വന്തം മകനെ കെട്ടിപ്പിടിച്ച് ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. അപ്പോൾ അമ്മ, നമ്മൾ ഓരോ തവണ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു നിമിഷം വരട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എന്താ പറയാനുള്ളത്? ഒക്കെ പറഞ്ഞതും അള്ളാൻ്റെ അകന് കിട്ടിനാലും എൻ്റെ കുട്ടി ഒത്തൊരുമിച്ച് നിൽക്കുന്നു. ഈ സന്തോഷം എൻ്റെ മരണം വരക്കുന്ന മക്കളെ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും മലയാളികൾ പറഞ്ഞോ. ഈ ചാനലുകാർക്കും സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഈ ഇത്രയും കാലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു റഹീമിനെ? എൻ്റെ ഒന്ന് മാറ്റം മതിയോ, തലയിൽ മുടിക്കാത്ത മാറ്റം. എൻ്റെ കുട്ടി അന്നത്തെ കുട്ടി തന്നെ കുറച്ച് വണ്ണം വെച്ചിരുന്നു. അത്ര വണ്ണം ഞാൻ നോക്കണം. നമ്ദില്ല കണ്ടു. ഞാൻ എത്ര അള്ളാനെ സ്തുതിക്കണം മക്കളെ. എത്ര വട്ടം എൻ്റെ കുട്ടി തല കൊണ്ട് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചതാണ്. കണ്ടു ഞാൻ അള്ളാനെ എത്ര സ്തുതിക്കണം. സഹിക്കാൻ കരുത്ത് അള്ളാഹു തരട്ടെ. ഇരുണ്ട ദിവസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞോ? ഒരുപാട് പറയാനുണ്ട്. നമുക്ക് റഹീമിനോട് കൂടെ ചോദിക്കാം. റഹീമെ, ഉമ്മാന്റെ വാത്സല്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ തോന്നുന്നു? ഒരുപാട് സന്തോഷമാണ്. ഈ സാഹചര്യം ഒരുക്കി തന്നെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചക്ക് സാഹചര്യം ഒരുക്കുന്ന എല്ലാ ലോക മലയാളികൾക്കും ഒരുപാട് റിയാദിൽ ഇന്ത്യൻ എംബസിയും റിയാദിൽ നിയമസഭാ കമ്മിറ്റികൾക്കും നാട്ടിലെ കമ്മിറ്റികൾക്കും എൻ്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ലോക മലയാളികൾക്കും സഹായിച്ച പ്രാർത്ഥിച്ചവർക്കും വളരെ വളരെ നന്ദി അറിയാം. അപ്പോൾ ഉമ്മ പറഞ്ഞത് തലയിലെ മുടി പോയതാ മാറ്റുന്ന. ഉമ്മക്ക് കുറച്ച് പ്രായമായില്ലേ? ഒരുപാട് പ്രായം, 20 വർഷത്തെ ഒരുപാട് താങ്ക്സ്. റഹീമിനെയും ഉമ്മയൊക്കെ ഒരുമിച്ച് കാണുന്നതിന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. ജവാദ് ബന്ധു, ഒപ്പം തന്നെ പവർ ഓഫ് അറ്റോർണി ലത്തീഫ് സാറുണ്ട്. ഈ എംബസിയിൽ അതിന് വേണ്ടുന്ന ഇടപെടലൊക്കെ നടത്തിയ യൂസഫ് കാക്കഞ്ചേരി അടക്കമുള്ള ആളുകൾ ഏതായാലും ഈ ഒരു സമയം ഈ സന്തോഷം പങ്കുവെക്കാൻ നമ്മോടൊപ്പം ഇവിടെ ചേർന്നിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച കൊണ്ട് തന്നെ അബ്ദുൾ റഹീം എന്ന ഇക്കയ്ക്ക് മോചനം കിട്ടി. വളരെ വലിയൊരു കാര്യമല്ലേ? എത്ര കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. ആ ഉമ്മ അല്ലേ, ആ ഉമ്മയുടെ ഒരു സങ്കടം വലിയൊരു കാര്യമാണ്. കാരണം ഇന്ന് അദ്ദേഹം നാട്ടിലെത്തി. കാരണം ഈ ലോക ജനത മലയാളികൾ അതിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് കൂടെ നിന്നു. എല്ലാവരും സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരമ്മയുടെ കണ്ണുനീര് തുടച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ. ആ ഉമ്മ 20 വർഷമായിട്ട് ആ മകനെ കാത്തിരിക്കുന്ന ഉമ്മ നമുക്ക് ഒരുപാട് സങ്കടം വരുന്നൊരു കാര്യമാണല്ലേ. ഒരു മകനെ നഷ്ടപ്പെട്ട് 20 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഉമ്മയുടെ ആ ഒരു ആവലാതി മാറ്റി കൊടുത്ത എല്ലാ മലയാളികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം. ഓക്കെ.